പ്രത്യേകത എന്ന് പറയുന്നത് മഖ്റജുൽ മുഹഖഖ് എന്ന് പേര് പറയും. എന്താ പറയാ? മഖ്റജുൽ മുഹഖഖ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ മഖ്റജുകൾ പറയാൻ സാധ്യമാകുന്ന മഖ്റജുകൾ. കൃത്യമായി മഖ്റജ് പറയാൻ സാധ്യമാകുന്ന മഖ്റജുകൾക്കാണ് എന്ന് പറയാം മഖ്റജ് മുഹഖഖ് എന്ന് പറയും. മഖ്റജ് മുഹഖഖ്. ആ മഖ്റജുകളാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുക. നിങ്ങൾ റെഡിയാണോ? ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഹർഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹർഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹുറൂഫോ മഖ്റജോ? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം. മഖാരിജോ? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ. അൽഹംദുലില്ലാഹ്, ഇത് നാലും ഇതൊന്ന് പഠിക്കാനുള്ളത്. ഹർഫ്, ഹുറൂഫ്, മഖ്റജ്, മഖാരിജ്. അത് പഠിച്ചില്ലേ? മഖാരിജുൽ മുഹഖഖ് അഥവാ മുഹഖഖ് ആയിരിക്കുന്ന മഖ്റജുകൾ, അതാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് ഒന്ന് ഷഫത്താനി. ഷഫത്താനി. ഷഫത്ത് കേട്ടിട്ടുള്ളത്? ഷഫത്ത് കേട്ടിട്ടില്ല? ഷഫത്ത് കേട്ടിട്ടില്ല? എന്താ ഷഫത്ത് പറഞ്ഞത്? ലിസാൻ കേട്ടിട്ടുണ്ടോ? ലിസാൻ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് അല്ലേ? ലിസാൻ എന്ന് പറഞ്ഞ ബുക്കല്ലേ? ഷഫത്താനി ഒരു ബുക്കാക്കാൻ പറ്റും. ഹൽക്ക് നടക്കുന്നത് ഹൽക്ക് അതാ ഹൽക്ക് അതറിയാം. തൊണ്ട. ഹൽക്ക് തൊണ്ട എന്നറിയാം അല്ലേ? അപ്പൊ ലിസാൻ എന്തായിരിക്കും? ഇപ്പഴാണത് റേഞ്ച് കിട്ടി. ഇതുവരെ എന്തായിരുന്നു? സിഗ്നൽ ഇല്ലായിരുന്നു. ഔട്ട് ഓഫ് കവറേജ് ഏരിയയിൽ. ഇപ്പൊ റേഞ്ച് കിട്ടി. എന്താണ്? നാവ്. ലിസാൻ നാവ്. ഹൽക്ക് എന്ന് പറഞ്ഞാല് തൊണ്ട. ലിസാൻ. അപ്പൊ ഷഫത്താനി എന്തായിരിക്കും? ഷഫത്ത് എന്തായിരിക്കും? പറഞ്ഞോ. ചുണ്ട്. ഇപ്പൊ റെഡി ആയി. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലിയർ ആയിട്ടേ? എല്ലാരും ക്ലിയർ ആയില്ലേ? ഇതൊക്കെ അല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഉഷാറാന്ന് അറിയിക്കാനാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ നിങ്ങൾ ഉഷാറാന്ന്? ഇതൊക്കെ തിരിഞ്ഞില്ലേ നിങ്ങൾ ഉഷാറാന്ന്? ആദ്യം കുറച്ച് റേഞ്ച് പിന്നെ റേഞ്ച് കിട്ടിയില്ലേ? അതാണ് കിട്ടി. ഉഷാറായി. അപ്പോ ഷഫത്താനി എന്ന് പറഞ്ഞാൽ എത്ര ചുണ്ടുണ്ടാവും? 2 ചുണ്ടിനാണ് നമ്മള് ഷഫത്താനി പറയുന്നത്. അപ്പൊ 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട്. പിന്നെ ലിസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട്. ഈ 3 മഖ്റജിനാണ് നമ്മൾ വേറെ 2 മഖ്റജ് പറയും. ഖൈശൂം എന്നൊരു മഖ്റജ് ഉണ്ട് അല്ലേ? ഖൈശൂം എന്ന് ഒരു മഖ്റജ് ഉണ്ട്. അതുപോലെ തന്നെ ജൗഫ് എന്ന് പറഞ്ഞ വേറൊരു മഖ്റജ് ഉണ്ട്. ജൗഫ്, ഖൈശൂം. ഇത് രണ്ടും മുഹഖഖിൽ പെടൂല. മുഹഖഖിൽ പെടുന്ന മഖ്റജുകൾ ഏതാണെന്ന് വെച്ചാൽ നാവ്, 2 ചുണ്ട്, തൊണ്ട. ഒന്ന് അറബി പറഞ്ഞ തൊണ്ട അല്ലേ? 2 ചുണ്ടുകൾ, നാവ്. ഞാൻ അറബി പറയുമ്പോൾ മലയാളം പറയൂ. ഉറപ്പല്ലേ? ലിസാൻ, ഹൽഖ്, ഷഫത്താനി. 2 ചുണ്ടുകൾ അല്ലേ? അപ്പൊ ഈ 3 എണ്ണത്തിന് ഷഫത്താനി, ഹൽഖ്, ലിസാൻ, ഈ 3 മഖ്റജിനാണ് നമ്മൾ എന്ത് പറയാ? മഖ്റജുൽ മുഹഖഖ് എന്ന് നമ്മൾ